പരസ്യമായി ലഹരി വിൽപ്പന നടത്തിയ അസം സ്വദേശിയെ ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടികൂടി. അസം സ്വദേശിനി ജുമാ ബീഗത്തെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് ഹെറോയിൻ പിടിച്ചെടുത്തു എന്നതാണ് വിവരം. ദൃശ്യങ്ങൾ അസം സ്വദേശിയായ നജുമ ബീഗത്തെയാണ് പെരുമ്പാവൂർ പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയത്. എസ് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, ഓപ്പറേഷൻ തൂഫാൻ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. 2000-ലധികം പേർ ഇതിനോടകം പിടിയിലായി കഴിഞ്ഞു. ഇന്നലെ മാതൃഭൂമി ന്യൂസ് ആറാനന്ദർഷം പ്രേംശശിയും ഒക്കെ നടത്തിയ ഓപ്പറേഷനിലൂടെ ഡാൻസ് ഓഫ് ടീം ഈ ലഹരി വിൽപ്പനക്കാരെ പിടികൂടുന്നത് നമ്മൾ കണ്ടതാണ്. ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം പോലും അതിന് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പെരുമ്പാവൂർ എന്നത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അല്ലേ? അതിഥി തൊഴിലാളികൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ലഹരിയുടെ വലിയ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്. പെരുമ്പാവൂരിനെ തുടച്ചു വൃത്തിയാക്കാനുള്ള നടപടിയിലാണോ? തീർച്ചയായും, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള ഒരു ഇടം കൂടിയാണ് പെരുമ്പാവൂര്. അവിടെ അടക്കം വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു ദൃശ്യം പോലീസിന് മുന്നിലേക്ക് വന്നിരുന്നു. അതായത് ഈ പരസ്യമായി ലഹരി വിൽപ്പന നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നജുമ ബീഗം എന്ന് പറയുന്ന അവർ പിടിയിലായിരിക്കുന്നത്. അസം സ്വദേശിനിയാണ്. അവരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അവരിൽ നിന്ന് ഹെറോയിനും കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും പെരുമ്പാവൂർ ASPയുടെ അടക്കം നേതൃത്വത്തിൽ, ഹാർദിക് മീണയുടെ അടക്കം നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് പെരുമ്പാവൂർ CIയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി തന്നെ നടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഓരോ ദിവസം നിശ്ചയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്ക്വാഡ് ഇറങ്ങിക്കൊണ്ടുള്ള ഓപ്പറേഷൻസും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും അവിടെ ഒട്ടനവധി ദൃശ്യങ്ങൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗത്തിൻ്റെയും ലഹരി വിൽപ്പനയുടെയും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധന പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്നത്, നജുമ ബീഗത്തെക്കുറിച്ച് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ഡ്രഗ് ഡീലറാണ് ഇവർ എന്ന കാര്യമാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും തെളിവുകളും ഒക്കെ തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷനുകൾ പോലീസിന് കൊടുക്കുകയും അതിൽ പോലീസ് കൃത്യമായി ആക്ട് ചെയ്യുകയും അവർ പിടിയിലാകുകയും ഒക്കെ ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനമൊക്കെ വന്നിരുന്നു. അപ്പോൾ കൂട്ടായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുണ്ട് ഉണ്ടാകേണ്ടത് എന്ന കാര്യവും വളരെ പ്രസക്തമാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ ഏവരും കൈകോർക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും ഇപ്പോൾ സുപ്രധാന നീക്കമാണ് പോലീസ് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അവിടെ ആളുകളെ പിടികൂടുന്നൊക്കെ റീലുകളായിട്ടൊക്കെ വന്നിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഒരു വലിയ അതൊരു ആളുകളെ പ്രചോദിപ്പിക്കുന്ന നിലയിൽ തന്നെ. കാരണം ഒരു സിസ്റ്റമുണ്ട്, ഒരു സംവിധാനം മുഴുവൻ ഇതിനെ പ്രതിരോധിക്കാനുണ്ട്, ഈ ലഹരിയുടെ കണ്ണികളെ മുറിക്കാനുണ്ട് എന്നൊരു ഫീല് ആളുകൾക്കുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണോ ഈ പെരുമ്പാവൂര് അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ കഴിയില്ല? കാരണം ഒരുപാട് ആളുകളുണ്ട്, ഏതൊക്കെ കോർണറുകളിലാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം, തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം കൂടി എങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാനോട് അവിടെ, പ്രത്യേകിച്ചും പെരുമ്പാവൂർ? തീർച്ചയായും അത് നേരത്തെ തന്നെ നാട്ടുകാരുടെ അടക്കം ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. ഈ ലഹരി സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻസും നടത്തണമെന്ന ആവശ്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും ഒക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധന പോലീസിന് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള ഇടമാണ് പെരുമ്പാവൂർ. അവിടെയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ആരൊക്കെയാണ് എത്തുന്നത് അതൊന്നും സംബന്ധിച്ചുള്ള പോലീസിന് ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ ആ കടമ്പകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കണ്ടിരുന്നു. ഒന്ന്, ഈ ലഹരി ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ്, അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിലടക്കം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഇത്തരം വീഡിയോസ് ഉണ്ട്. അതായത് പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് പരസ്യമായി, അതോടൊപ്പം തന്നെ ലഹരി വിതരണം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് പോലീസിന് മുന്നിലേക്ക് എത്തുമ്പോൾ ആ വീഡിയോസിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് നടത്തുന്നു. അതിൽ പോലീസ് വിജയം കാണുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഒരു വലിയ ദൗത്യം തന്നെയാണ്. പോലീസ് മാത്രമല്ല, സമൂഹം മുഴുവൻ ഇറങ്ങി തിരിച്ച് നടത്തുന്ന ഒരു ദൗത്യമായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കണം.